സക്സസ് റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. പക്ഷേ ആ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ മിസ്റ്റേക്ക് ആണെങ്കിൽ എത്ര നല്ല അലൈനേഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് ഒരിക്കലും റിസൾട്ട് കിട്ടില്ല. അലൈനേഴ്സിന് പകരം വെക്കാനായിട്ട് അലൈനേഴ്സ് തന്നെ ഉള്ളൂ. ഡോക്ടറെ, എന്തുകൊണ്ട് ഞാൻ അലൈനേഴ്സ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനായിട്ട് ചൂസ് ചെയ്യണം? അലൈനേഴ്സ് എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് വളരെ ട്രെൻഡിങ് ആയി മാറിയ ഒരു ട്രീറ്റ്മെൻറ്റാണ്. പണ്ട് കാലത്ത് ബ്രേസസ് ഇടാനായിട്ട് എല്ലാവരും ഓടി നടക്കുമ്പോൾ എല്ലാവരും അലൈനേഴ്സിന് പുറകെ. ബ്രേസസ് എന്ന് പറയുമ്പോൾ കുറേ ടൈം എടുക്കും, കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക, അതെല്ലാം മാറ്റി മറിച്ചുകൊണ്ട് ഇപ്പോൾ അലൈനേഴ്സ് വരെ ഈസി ആയിട്ട് ഒരു ഷോർട്ട് ഡ്യൂറേഷനിൽ പെർഫെക്റ്റ് റിസൾട്ട് തരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഡോക്ടറെ, നമ്മൾ എങ്ങനെയാണ് ഈ അലൈനേഴ്സ് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? അലൈനേഴ്സ് ചെയ്യാനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ഡെന്റൽ സ്കാൻ എടുക്കുക എന്നുള്ളതാണ്. ഡെന്റൽ സ്കാൻ ഒരു ക്ലിനിക്കിൽ പോയിട്ട് നമുക്ക് പല്ലുകൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് എങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു 3D പ്ലാൻ നിങ്ങൾക്ക് അവിടെ കിട്ടും. ആ 3D പ്ലാൻ പ്രകാരം നമ്മൾ ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ എന്താണ്, നിങ്ങളുടെ ആവശ്യം എന്താണ്, എത്രത്തോളം പല്ലുകൾ മൂവ്മെൻറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്കത് സ്റ്റഡി ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് 3D പ്ലാനിങ്. അപ്പോൾ ഈ സ്കാനിൽ നമുക്ക് നമ്മുടെ ടീത്തിൻ്റെ മൂവ്മെൻറ്റ്സ് ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്നുള്ളത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റും. എത്രത്തോളം മാറ്റം വരും എന്നുള്ളത് നമുക്ക് ഒരു സിമുലേഷൻ ആയിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും നമ്മുടെ പല്ല് മാറാൻ പോകുന്നത് എന്നുള്ളത് ഈ 3D പ്ലാനിങ്ങിലൂടെ നമുക്ക് കാണാൻ പറ്റും. ഡോക്ടറെ, അലൈനേഴ്സ് ട്രീറ്റ്മെൻറ്റ് ഏകദേശം എത്ര വിസിറ്റ് വേണ്ടി വരും? ആക്ച്വലി ആ ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താ വെച്ചാൽ ഡ്യൂറേഷൻ ഓഫ് അലൈനേഴ്സ് ട്രീറ്റ്മെൻറ്റ് എന്ന് എല്ലാവരും ചോദിക്കാം. നമുക്ക് ആകെ 2 അപ്പോയിൻമെൻറ്റ്സ് മതി അലൈനേഴ്സ് കൊടുക്കാനായിട്ട്. ഫസ്റ്റ് നമുക്ക് സ്കാൻ ചെയ്യാൻ, രണ്ടാമത് അലൈനേഴ്സ് ഡെലിവറി ചെയ്യാൻ. അപ്പോൾ ഈ ദൂരത്ത് നിന്ന് വരുന്ന ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ട് എത്ര ദിവസം കൊണ്ട് നമുക്ക് അലൈനേഴ്സ് കിട്ടുമെന്ന്. ഫസ്റ്റ് ഡേ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്കാൻ ചെയ്യുന്നു, അതിൻ്റെ പ്ലാൻ എടുക്കുന്നു, അത് കഴിഞ്ഞ് ഡോക്ടറെ ഡിസ്കസ് ചെയ്ത ശേഷം ഒരു 1 or 2 ഡേയ്സിനകത്ത് നമുക്ക് അലൈനേഴ്സ് ഫുൾ സെറ്റ് ഡെലിവറി ചെയ്യാൻ പറ്റും. ഡോക്ടർ, അലൈനേഴ്സ് ട്രീറ്റ്മെൻറ്റ് എത്ര ഡ്യൂറേഷൻ വേണ്ടി വരും? അലൈനേഴ്സ് എത്ര കാലം ഇടേണ്ടി വരും ഡോക്ടറെ എന്ന് കുറേ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മളെല്ലാം അലൈനേഴ്സ് ഇടുന്നത് പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് തീരുമെന്ന് പറഞ്ഞിട്ട്, പക്ഷേ എത്ര കാലം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് തന്നെ 3-4 വെറൈറ്റീസ് ഓഫ് അലൈനേഴ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. 7 days ഇടുന്ന ഉണ്ട്, 10 days ഇടുന്നുണ്ട്, 14 days ഇടുന്നുണ്ട്. ഇത് മൂന്നും നമുക്ക് പല രീതിയിൽ കൊണ്ടുവരാൻ പറ്റും. ഇതിനകത്ത് ഫാസ്റ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി 7 day പ്രോട്ടോകോൾ എടുത്തു കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് കഴിയും പെട്ടെന്ന് തന്നെ. പക്ഷേ എല്ലാ കേസിലും അത് ചെയ്യാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്ലാനിങ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ ആവശ്യം അതിനനുസരിച്ച് നമ്മൾ ട്രീറ്റ്മെൻറ്റ് പ്ലാനിങ് ചെയ്യുന്നു. എത്രയും ഷോർട്ടായിട്ട് ചെയ്യാൻ പറ്റും അത്രയും ഷോർട്ടായിട്ട് അലൈനേഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. ഡോക്ടർ, അലൈനേഴ്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ഏകദേശം എത്ര കോസ്റ്റ് വരുമെന്ന് പറയാൻ പറ്റുമോ? കോസ്റ്റ് ഓഫ് അലൈനേഴ്സ് ഇത് ഭയങ്കര ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യം കോസ്റ്റ് ഓഫ് അലൈനേഴ്സ്. അതെങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുക? നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഓരോരുത്തരുടെയും ഓരോ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ആയിരിക്കും, ഡിഫറെൻറ്റ് ഡ്യൂറേഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഓരോന്നിനും കേസസിനും ഡിഫറെൻറ്റ് കോസ്റ്റ് ആയിരിക്കും. എന്നാൽ പോലും പണ്ടൊരു കാലത്ത് നമുക്ക് അലൈനേഴ്സ് എന്ന് പറഞ്ഞാൽ എത്തിപ്പിടിക്കാൻ പറ്റുന്ന ദൂരത്തിലുള്ള ഒരു എമൗണ്ടിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ കുറേ ഭയങ്കര കോമൺ ആയി, കുറേ വെറൈറ്റി ഓഫ് ബ്രാൻഡ്സ് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പോക്കറ്റിൽ ഒതുങ്ങാവുന്ന അലൈനേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ബ്രേസസ് കമ്പയർ ചെയ്യുമ്പോൾ വളരെ തൊട്ടടുത്ത് തന്നെയാണ് അലൈനേഴ്സിൻ്റെ കോസ്റ്റും കിടക്കുന്നത്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അലൈനേഴ്സ് ചൂസ് ചെയ്യാം. ഡോക്ടർ, അലൈനേഴ്സ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞല്ലോ, അപ്പോൾ ഇനി എന്താ ഞാൻ ചെയ്യേണ്ടത്? ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു, ഇനി അലൈനേഴ്സ് എന്ത് ചെയ്യാം? എടുത്ത് കളയാൻ പറ്റുമോ? അങ്ങനെയല്ല. ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാലും അലൈനേഴ്സ് എന്ന് പറയുന്ന പല്ലിൻ്റെ മൂവ്മെൻറ്റ് വരുന്ന ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടുള്ളൂ. നമുക്ക് ഇതിനകത്ത് റിട്ടൻഷൻ എന്ന് പറഞ്ഞൊരു സ്റ്റേജ് പോകണം. പല്ലുകൾ നീക്കിയിട്ടുണ്ട്, അത് അവിടെ തന്നെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ റീറ്റെയിനേഴ്സ് എന്ന് പറഞ്ഞ ആ ലാസ്റ്റ് ഫേസും കൂടെ മസ്റ്റേഡ് വെയർ ചെയ്യണം. അത് നമുക്ക് എത്രയും പെട്ടെന്ന് കഴിഞ്ഞ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അതിൻ്റെ ഒരു ഡ്യൂറേഷൻ 6 months, ചിലത് 1 year, ചിലത് 3 years വരെ പോകാറുണ്ട്. അത് ഡിപ്പെൻഡ്സ് ഓൺ ദ കേസ് മാറാറുണ്ട്. സോ ഡെഫിനറ്റ്ലി യു ഹാവ് ടു ഗോ ഫോർ റീറ്റെയിനേഴ്സ്. ഡോക്ടർ, അലൈനേഴ്സ് ട്രീറ്റ്മെൻറ്റിന് പകരം വേറെ ഏതെങ്കിലും ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ ഉണ്ടാവും നമുക്ക്? അലൈനേഴ്സിന് പകരം വെക്കാനായിട്ട് അലൈനേഴ്സ് തന്നെ ഉള്ളൂ. അല്ലാതെ നമുക്ക് വേറൊരു ഷോർട്ട് കട്ടായിട്ട് ട്രീറ്റ്മെൻറ്റ്സ് ഒന്നുമില്ല. പക്ഷേ അലൈനേഴ്സിൻ്റെ അതായത് റിസൾട്ട് നമുക്ക് ആൾമോസ്റ്റ് തരുന്ന പല ട്രീറ്റ്മെൻറ്റ്സും ഉണ്ട്. ലൈക്ക് ഫോർ എക്സാമ്പിൾ സ്മൈൽ മേക്ക് ഓവർ ചെയ്യുന്ന സമയത്ത് വെനീസ് യൂസ് ചെയ്യാറുണ്ട്. അത് അത്യാവശ്യം ഒരു ക്ലോസ് റിലേറ്റീവ് ആയിട്ടാണ് പറയാം. അതുകൊണ്ട് തന്നെ നമുക്ക് ആ റിസൾട്ട് വെനീസിലും കിട്ടും. പക്ഷേ നമ്മളത് കൂടുതലും പ്രിഫർ ചെയ്യേണ്ടത് നാച്ചുറൽ മൂവ്മെൻറ്റ് ഓഫ് ടീത്ത്. അത് നമുക്ക് അലൈനേഴ്സ് ആണ് തരുന്നത്. അതേസമയം വെനീസ് ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു പ്രോസ്തെറ്റിക് റീഹാബിലേഷൻ അല്ലെങ്കിൽ കോസ്മെറ്റിക് ചേഞ്ച് ആണ് വെനീസ് തരുന്നത്. സോ അലൈനേഴ്സിന് അലൈനേഴ്സ് തന്നെ. ഡോക്ടറെ, എല്ലാ അലൈനേഴ്സും ഒന്നാണോ? അതിലെന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഓരോ അലൈനേഴ്സ് തമ്മിലുള്ള? അലൈനേഴ്സ് എന്ന് പറയുന്നത് ഇഷ്ടംപോലെ ബ്രാൻഡ്സ് ഉണ്ട്, കുറേ കാണാം. നിങ്ങൾക്ക് എവിടെ നോക്കിയാലും കുറേ ടൈപ്പ് ഓഫ് അലൈനേഴ്സ്, കുറേ പേരുകൾ, കുറേ ടൈപ്പ്. പക്ഷേ ഇതിലൊന്നും അല്ല കാര്യം. അലൈനേഴ്സ് എത്ര ക്വാളിറ്റി, എത്ര നല്ല ക്വാളിറ്റി ആണെങ്കിലും ഇതിൽ ആ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്നതിലാണ് കാര്യമുള്ളത്. കാരണം നമുക്കൊരു ട്രീറ്റ്മെൻറ്റ് ഇന്നതാണ് ചെയ്യേണ്ടത് എന്ന് ഡോക്ടർ ഡിസൈഡ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കിട്ടുന്ന അലൈനേഴ്സ് ഏതാണെന്ന് ചൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ആ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ മിസ്റ്റേക്ക് ആണെങ്കിൽ എത്ര നല്ല അലൈനേഴ്സ് ആണെങ്കിലും നമുക്ക് ഒരിക്കലും റിസൾട്ട് കിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ ഏത് ബ്രാൻഡാന്നുള്ളതിനെക്കാട്ടും എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഒരു ഡോക്ടറെ എടുത്ത് കാണിച്ച് അലൈനേഴ്സ് ചൂസ് ചെയ്യാം. ഡോക്ടർ, ഈ അലൈനേഴ്സ് ട്രീറ്റ്മെൻറ്റിന് എത്രത്തോളം സക്സസ് റേറ്റ് ഉണ്ടാവും? അലൈനേഴ്സിൻ്റെ സക്സസ് റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ആക്ച്വലി നമുക്ക് ബ്രേസസിൻ്റെ അത്ര തന്നെ റിസൾട്ട് കിട്ടുമെന്ന് പലപ്പോഴും ഒരു കോൺട്രവേഴ്സ്യൽ ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നമ്മൾ ചെയ്ത അലൈനർ കേസസ് എല്ലാം ആൾമോസ്റ്റ് നല്ല സക്സസ് റേറ്റ് കിട്ടുന്നൊരു ട്രീറ്റ്മെൻറ്റ് പ്ലാനിലാണ് നമ്മൾ കൊണ്ടുപോയിരിക്കുന്നത്. അല്ലാതെ നമ്മൾ വേണ്ട സമയത്ത് റിജക്റ്റ് ചെയ്ത് അത് ബ്രേസസിലേക്ക് തന്നെ മാറ്റി വിടുന്നതാണ് സാധാരണ ചെയ്യാറുള്ളത്. അപ്പോൾ അലൈനേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് സക്സസ് റേറ്റ് ഉണ്ട്, 100% ആണ്. പക്ഷേ സെലക്ഷൻ ഓഫ് കേസസ്, ഏതൊക്കെ കേസ് നമുക്ക് അലൈനേഴ്സ് കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് കറക്റ്റായിട്ട് പിക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് പോകാൻ. അല്ലാത്തത് നമുക്ക് ബ്രേസസിൽ തന്നെ ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ.